നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. എറണാകുളം പൂക്കാട്ടുപടിയിൽ സ്വകാര്യ ബസും കോളേജ് ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ പോലീസ് സേനയും അഗ്നിരക്ഷാ സേനയും കൂടി പുറത്തെത്തിച്ച് സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അറക്കപ്പടി ജയഭാരത് കോളേജ് ബസും കോതമംഗലത്ത് നിന്നും വന്ന പ്രൈവറ്റ് ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. ഡൽഹിയിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. AI ഭയത്തോടെ കാണുന്നവരുണ്ടെങ്കിലും ഭാരതം അതിൽ വലിയൊരു ഭാഗ്യവും ഭാവിയുമാണ് ദർശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് AIയിൽ ഭയമില്ല, ഭാരതം അതിൽ ഭാഗ്യമാണ് കാണുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന് ആവശ്യമായ പ്രതിഭയും ഊർജവും നയപരമായ വ്യക്തതയും ഉള്ളതിനാൽ AI രംഗത്ത് ഇന്ത്യ മുന്നേറ്റം കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിശാഖപട്ടണത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാവികസേന അഭ്യാസമായ മിലൻ 2026 വൻ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ 60 രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളും നാവികസേനാ സംഘങ്ങളുമാണ് പങ്കെടുത്തത്. വൈകിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ നാവിക കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച വേദിയായിരിക്കും മിലൻ 2026. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം 4ാം ദിവസത്തിലേക്ക്. OP ബഹിഷ്കരണത്തിന് പിന്നാലെ ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സമരം തുടരുന്നതോടെ ചികിത്സാ സേവനങ്ങൾ തടസ്സപ്പെട്ടു. T20 ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യക്ക് നെതർലാൻഡിനെതിരെ 17 റൺസിന്റെ വിജയം. 194 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന നെതർലാൻഡിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുക്കാൻ സാധിച്ചു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.